good message to society. ഇത് തന്നെ Same to you. എപ്പോഴും ഇതാണ്. ഞാൻ എല്ലാം പറയും പോലെ +1. അല്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാനതിൽ കൂടുതലായിട്ട് എന്താണ് പറയുന്നത്? ഇനി അടുത്ത സെഗ്മെന്റിൽ നമ്മളൊരു പ്രാങ്ക് കോൾ ചെയ്യാൻ പോവാണ്. സീരിയലില് അനുവിടെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്ന അമ്പിളി വിളിക്കാൻ പോവാണ്. കൃഷ്ണകുമാറായിരിക്കും പ്രാങ്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കൃഷ്ണകുമാറിന്റെ ശബ്ദം മനസ്സിലാവാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ പല രീതിയിൽ പ്രാങ്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പല സൗണ്ടിലും പല രൂപത്തിലും വിളിച്ചു നോക്കട്ടെ. പ്രാങ്ക് പൊളിയാനാണ് ചാൻസ്. നോക്കാം. നല്ല സാധ്യതയുണ്ട്. ചിലപ്പോൾ ഷൂട്ടിലായിരിക്കും അവര്. ഇല്ല, നോക്കാം. ഹലോ എടി ഹലോ ആടി എടി നീ എവിടെയാ? പറയടി. ഫ്രീ ആണോ? ആ ഫ്രീ ആടി. എന്താടി? എടി ഞാനേ ഇന്നലെ മറ്റേ സൂര്യയുടെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നേ ആ കൊച്ചിയില. അപ്പം ഞാൻ ഇന്ന് തിരിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് നിന്റെ കുറച്ച് ഫാൻസ് അവിടെ വന്നു. ഞാൻ നിന്നോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു. തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൊടുക്കട്ടെ പറയില്ലേ? ആ കൊടുത്തു. ശരിക്കും ചേച്ചിയാണോ? അമ്പിളി ചേച്ചിയാണോ? അയ്യോ, അമ്പിളി ചേച്ചിയാ? ശരിക്കും സംസാരിച്ചോട്ടെ? സംസാരിക്കൂ, ചോദിക്ക്. എടി ഒരു ഹലോ പറഞ്ഞേ. അത് ഈ കൊച്ചു ഇവിടെ പേടിച്ച് നിൽക്കുക. ഹലോ 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 ആ പറയൂ. ചേച്ചി അമ്പിളി ചേച്ചിയാ? ആ അമ്പിളിയാ. അയ്യോ, അമ്പിളി ചേച്ചി ശരിക്കും? ശരിക്കും അമ്പിളി ചേച്ചിയാ? സംസാരിച്ചോ? കുഴപ്പമില്ല. ഭയങ്കര ഫാനാന്നൊക്കെ പറഞ്ഞല്ലേ? അമ്പിളി ചേച്ചിയുടെ സീരിയൽ കാണാറുണ്ട്. ആണോ? ഭയങ്കര ഇഷ്ടമാണ് അമ്പിളി ചേച്ചി. എടി നീ എന്തെങ്കിലും തിരിച്ചു ചോദിക്കും. എന്തോ പേടിച്ച് നിൽക്കുകയാണ്. സന്തോഷമുണ്ട്. അമ്പിളി ചേച്ചി ഇതെന്താ പേടിച്ച് സംസാരിക്കുന്നേ? സന്തോഷം വിശ്വസിക്കാൻ പറ്റും. എടി വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൈയൊക്കെ വരയ്ക്കുന്നത്. ചേച്ചി അച്ഛൻ അമ്പിളി ചേച്ചി ചേച്ചി വീടാണ് ചേച്ചി? എന്റെ വീട് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്തോടെ ചേച്ചി? ട്രിവാൻഡ്രത്ത് നെടുമങ്ങാട് പാലോട് എന്ന് പറയും. എനിക്ക് അറിയില്ല. കാണാൻ പറ്റുമോ ചേച്ചി അവിടെ വന്ന്? എന്താ ചേച്ചി അവിടെ വന്ന് കാണാൻ പറ്റുമോ ചേച്ചി? എടി കാണാൻ പറ്റുമോന്ന്? നിന്നെ കണ്ട് ഭയങ്കര ഫാൻസാ. എനിക്ക് നിങ്ങൾ ഏറ്റവും ഇഷ്ടം. കാര്യം ചെയ്താ മതി. കൊല്ലത്ത് ഷൂട്ട് അടക്കം അങ്ങോട്ട് വന്നാ മതി. കാണാലോ. അപ്പൊ എല്ലാവരും ഒരുമിച്ച് കാണാലോ. എനിക്ക് എടി ഇതിൽ ഏറ്റവും ഇഷ്ടം നിന്നെയാണ്. ഞങ്ങളെയാണ് ഇഷ്ടമല്ല. എന്താ മോന്റെ പേരെന്തുവാ? സിനു. എന്താ? സിനു 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 സിനുവോ? സിനു ചേച്ചി സിനു. ആ ഓക്കെ. എന്തെടുക്കുവാ? എന്ത് ചെയ്യുവാ? ഞാൻ +2. +2 പഠിക്കുകയാണോ? ആ ചേച്ചി എനിക്ക് സന്തോഷമായി. സന്തോഷമായി. വീട്ടിലാരൊക്കെ ഉണ്ട്? മോന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ പേര് അമ്പിളി എന്നാ. ആണോ? എനിക്കതാ ചേച്ചി കൂടുതൽ ഇഷ്ടം. ചേച്ചി ഇപ്പൊ വന്നിട്ടില്ല ചേച്ചി. അച്ഛൻ്റെ അമ്മയുടെ കൂടെ എവിടെ അനു ചേച്ചി ഇരിപ്പുണ്ട്. അനു ചേച്ചി ഞാൻ അമ്പിളി ചേച്ചി ഉണ്ട് ചോടി വന്ന. ആണോ? ഓക്കെ. ഭയങ്കര കാര്യം ചേച്ചി. താങ്ക് യു മോനെ. ഞാൻ ചേച്ചി കണ്ടോട്ടെ ദിവസം ഒന്ന്. അതാ പറഞ്ഞേ ഷൂട്ട് നടക്കുമല്ലോ. കൊല്ലത്ത് ഷൂട്ട് അടക്കം എല്ലാവരും അവള് വന്ന കാണാൻ സമ്മതിക്കോ ചേച്ചി? അതൊക്കെ സംഭവിക്കും. അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. പിടിച്ചു നിർത്തുമോ ആരെങ്കിലും? പിടിച്ചു നിർത്തത്തില്ല. ചേച്ചിയുടെ ഫോൺ നമ്പർ തരുമോ? ഞാൻ വിളിച്ചോട്ടെ അവിടെ വന്നിട്ട്. അങ്ങനെ ഇവിടെ അവിടെ വന്നിട്ട് ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് വന്നാൽ മതി. അല്ല ചേച്ചി അവിടെ വന്നിട്ട് വിട്ടില്ല. എനിക്ക് അവിടെ കാണാൻ പറ്റി. സന്തോഷം സഹിക്കാൻ. ചേച്ചി അവിടെ ഒന്ന് ചേച്ചി ഫോൺ നമ്പർ തരാമോ പ്ലീസ്? ഞാൻ ആക്കി ഡോണ ആരാ? അനുചേച്ചി. അനുചേച്ചി ഡോണ. ഓക്കെ. എടി നിന്റെ പേര് പോലും ചോദിച്ചില്ലടി. നിന്റെ പേര് ശരിക്കുള്ള പേരെന്നൊക്കെ എന്നോട് ചോദിച്ചു. അവിടെ ഇരുന്ന് കൃഷ്ണമാരായണനെ കാണാൻ പറ്റുമോ? നീ ഒന്നും പറയരുത്. ഇന്റർവ്യൂ പറ. ഇന്റർവ്യൂ ആണെന്ന് പറ. എടി ഇന്റർവ്യൂ പിന്നെ ഞാൻ കിട്ടിച്ചേട്ടാണോന്ന് ചോദിക്കാത്ത കാര്യം ഇത് എവിടം വരെ പോകും. ഞാൻ പോയത് എനിക്ക് മനസ്സിലായി. സൗണ്ട് എനിക്ക് മനസ്സിലായി.
കൂടുതലൊന്നും പറയരുത് ഇന്റർവ്യൂ. ബാക്കി നമുക്ക് നേരിട്ട്. നീ ലൈവാണ്, ഇന്റർവ്യൂ ഒന്നും പറയരുത്. നീ ആദ്യം പറഞ്ഞത് കേട്ടു. അതല്ലേ പറഞ്ഞത്. ആദ്യം പറഞ്ഞ് കേട്ടപ്പോ അതൊന്ന് ഡീപ്പ് ചെയ്യണം. ഫോണിന്റെ താഴെ പോയി. സാരമില്ല. ഇവിടെ ഇന്റർവ്യൂല് ആൾക്കാർ കേട്ടോണ്ടിരിക്കുക. നമ്മുടെ സീരിയലിലെ ഒരാളെ വിളിച്ച് പ്രാങ്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയല്ല, മോശം എന്നപ്പോ ഡോൺ പറഞ്ഞു അശ്വതിനെ പ്രാങ്ക് ചെയ്യാം. ദൈവമേ, ഞാൻ പറഞ്ഞു അശ്വതി തിരക്കിലായിരിക്കും. ചുമ്മാ ഇത്രയും പറ്റിക്കുന്ന ചേട്ടൻ. കട്ട് ചെയ്തേക്കണേ, നാണം കെടുത്തല്ലേ. ഞാനത് ആങ്കറിന് കൊടുക്കാം പറഞ്ഞു. ഷുവർ, ഡെഫിനറ്റ്ലി കട്ട് ചെയ്യാം കേട്ടോ. അയ്യോ, എനിക്ക് ഫസ്റ്റില് എനിക്ക് മനസ്സിലായി ഇത് കിച്ചിച്ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വിചാരിച്ചത് എവിടം വരെ പോകുന്നു. ടിഷ്യൂ ഉണ്ടോടാ? ടിഷ്യൂ ഉണ്ടോ? ടിഷ്യൂ ഉണ്ടോടാ? കണ്ണൊക്കെ തുടച്ചോട്ടോ, കുഴപ്പമില്ല. നീ കണ്ണൊക്കെ നിറഞ്ഞ ഇവിടെ അറിയാൻ പറ്റും. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഇത് സ്പീക്കറിലിട്ടു, ഹസ്ബൻഡിനെ കൂടെ കേൾപ്പിക്കാൻ വേണ്ടി സ്പീക്കറിലിട്ടു. അപ്പൊ ഏട്ടൻ ചോദിച്ചിട്ട് ആരാ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പം പറയാ ആരാ. നിനക്ക് ഞാനൊന്നും മനസ്സിലായില്ലല്ലോ. മോന്റെ പേരെന്താ? ഏട്ടന് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി, ആദ്യമേ മനസ്സിലായി. ശരിടാ, ഓക്കെ ഓക്കെ. അപ്പൊ നീ വൈറലായി കേട്ടോ, ഭയങ്കര വൈറലായി നീ ഇപ്പൊ. ആദ്യം പറഞ്ഞത് വേണ്ട. അത് മാത്രം ഒരു ബീപ്പ് ചെയ്താൽ നീ രക്ഷപ്പെട്ടു. അത് ബീപ്പ് ചെയ്താൽ രക്ഷപ്പെട്ടു. അത് ബീപ്പ് ചെയ്താൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പോയി, നിന്റെ കാര്യം പോയി. അമ്പിളിന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെ പ്രാങ്ക് ചെയ്ത ആദ്യത്തെ കൊളാണ് നീ. കൺഗ്രാജുലേഷൻസ്. ശരി, ബൈ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും താങ്ക് യു പറഞ്ഞു. ഇവിടെ എല്ലാവരുടെയും താങ്ക് യു പറഞ്ഞു. താങ്ക് യു.